ഷിർക്ക് ചെയ്താലുള്ള മൂന്നാമത്തെ ശിക്ഷ, മറ്റു പാപങ്ങൾക്കില്ലാത്ത മൂന്നാമത്തെ ശിക്ഷ, ഷിർക്ക് ചെയ്തവൻ മരണപ്പെട്ടാൽ കാലാകാലം നരകത്തിലാണ്, അവൻക്ക് സ്വർഗമേ ഇല്ല. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി ബനൂ ഇസ്രായേലിനോട്, നസാറാക്കളോട് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, ശിർക്ക് പോലുള്ള ദുൽമ് ചെയ്ത ളാലിമീങ്ങൾക്ക് നാളെ പരലോകത്തൊരു സഹായി ഉണ്ടാകുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅ ദഖലൽ ജന്ന വമൻ മാത യുശ്രികു ബിഹി വമൻ ലഖിയല്ലാഹ യുശ്രികു ബിഹി ദഖലൻ നാർ. ആരെങ്കിലും ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ശിർക്ക് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ നരകത്തിലും പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമ്മാത വഹുവ യദഉ മിൻ ദൂനില്ലാഹി നിതൻ ദഖലൻ നാർ. അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവനായ ഒരാൾ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. മുശ്രിക്കിന്റെ സങ്കേതം നരകമാണ് കാലാകാലം. ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് നരകത്തിന്റെ ആൾക്കാർ, അവർ അവിടെ ശാശ്വതരാണ്. വളരെ ഗൗരവമുള്ളൊരു അമലാണ് ഷിർക്ക്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല.